നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ സെഞ്ചുറി നേടിയ രോഹിതും അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലിയുമാണ് ഇന്ത്യയ്ക്ക് 9 വിക്കറ്റിന്റെ വിജയം സമ്മാനിച്ചത്. 125 പന്തിൽ നിന്ന് പുറത്താവാതെ 121 റൺസ് അടിച്ചെടുത്ത രോഹിതാണ് പ്ലെയർ ഓഫ് ദ സീരീസായും സിഡ്നി ഏകദിനത്തിലെ താരവുമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 3 സിക്സും 13 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായ കോഹ്ലി സിഡ്നിയിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. 81 പന്തിൽ 7 ബൗണ്ടറികളടക്കം 74 റൺസെടുത്ത് പുറത്താകാതെ നിന്ന കോഹ്ലി മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. മത്സരശേഷം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചതിൽ ആരാധകരോട് കോഹ്ലി നന്ദി പറഞ്ഞു. ഇനി ഇരുവർക്കും ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര കളിക്കാൻ സാധിക്കുമോ എന്നറിയില്ലെന്ന് രോഹിത്തും പറഞ്ഞു. ഓസീസ് മണ്ണിൽ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അവസാന മത്സരമായിരിക്കും ഇതെന്ന സാധ്യതയെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഇരുവരുടെയും വാക്കുകൾ. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്തതിന് നന്ദി. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കൊരിക്കലും പിന്തുണയുടെയും സ്നേഹത്തിന്റെയും കുറവ് തോന്നിയിട്ടില്ല, വിരാട് കോഹ്ലി പറഞ്ഞു. 2008 സിഡ്നിയിൽ രോഹിത് മികച്ച പ്രകടനം നടത്തിയതിന്റെ ഓർമ്മകൾ ഈ മത്സരം ഫിനിഷ് ചെയ്യുന്നതിൽ സഹായിച്ചെന്ന് രോഹിത്തും പറഞ്ഞു. ഓസ്ട്രേലിയയിൽ വരുന്നതും ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്കെപ്പോഴും ഇഷ്ടമാണ്. 2008 മനോഹരമായ ഓർമ്മകൾ ഈ ഇന്നിംഗ്സ് പൂർത്തിയാക്കാനും ആ വിജയം നേടാനും സഹായിച്ചു. ഞങ്ങളിനി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുവരുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇത്രയും വർഷമായി ഇവിടെ കളിക്കാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്, രോഹിത് മത്സരശേഷം പറഞ്ഞു.